ഈ റോ വേഴ്സസ് കുക്ക്ഡ് ഫുഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പൊതുവെ എല്ലാവരും മീറ്റിനെ കുറിച്ചാണ് സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് നമുക്കും മീറ്റിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. ആദ്യമായിട്ടൊരു കാര്യം പറയാം, മീറ്റ് എന്ന് പറയുമ്പോൾ റോ ആയിട്ട് മീറ്റ് കഴിക്കുക എന്നുള്ളത് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഗിമ്മിക്ക് മാത്രമാണ്. അത് ജസ്റ്റ് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക, അത് അവിടെ കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ഒരു ഹെൽത്ത് വൈസ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ മീറ്റ് കുക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മീറ്റ് ഡീനേച്ചർ ആവുകയാണ് ചെയ്യുന്നത്. ഡീനേച്ചർ എന്നുള്ള വാക്കിന് നമ്മൾ തെറ്റായിട്ട് എടുക്കരുത്. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പം ഡീനേച്ചർ ആവും. ഈ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ അൺഫോൾഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് അൺഫോൾഡ് ചെയ്യപ്പെടുക എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആഹാരം കഴിച്ചു കഴിഞ്ഞ് ആ മീറ്റ് ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴും ഇതേ അൺഫോൾഡിങ് അവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് മീറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൈജഷനെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് റോ ആയിട്ട് കഴിക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. റോ ആയിട്ട് കഴിക്കണമെന്നുള്ളവർക്ക് റോ ആയിട്ട് തന്നെ കഴിക്കാം. പക്ഷേ കുക്ക് ചെയ്ത് കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഡൈജഷനും നല്ലതാണ്.